So hi children, so in the last class we have started a new chapter, data handling. So this is a very interesting chapter, I have told you. So data handling means you have to draw some graphs, then you have to draw some pictures, etc. സോ മക്കളെ ഇൻട്രസ്റ്റ് ആയിട്ട് ഈ ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്റർ പെട്ടെന്ന്, അതായത് ഈ ഒരു ക്ലാസ്സിൻ്റെ കൂടി കംപ്ലീറ്റ് ചെയ്യാം. ദെൻ വി വിൽ മൂവ് ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ. നമുക്ക് ഇറ്റ് ഇസ് ജാനുവരി നൗ, വി ഹാവ് ടു കംപ്ലീറ്റ് അവർ പോർഷൻസ് അല്ലേ, പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണ്ടേ. സോ ഡേറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ്. ആക്ച്വലി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. മിസ്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല, മിസ്സിൻ്റെ മക്കളെല്ലാം നല്ല മിടുക്കരാണെന്ന് അറിയാം. സോ യു ആർ ബ്രേവ് ഇനഫ്, യു ഹാവ് ദി എബിലിറ്റി ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്, ഈസ് ഇറ്റ്? സോ ഐ നോ യു വിൽ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്, ബട്ട് മിസ് സൈഡിൽ നിന്ന് പുഷ് ചെയ്ത് തരാം. മിസ് കുറച്ച് എക്സസൈസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യിപ്പിക്കാൻ. ബട്ട് റെസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. യു ഹാവ് ടു വർക്ക് ഔട്ട് ഇറ്റ്. ഓക്കെ, വിൽ യു ഡു ഇറ്റ്? യെസ്, ഐ നോ യു വിൽ ഡു ഇറ്റ്. സോ today exercise 9.2, yesterday last class we have started exercise 9.2 and we have did one question, and that is how to draw the pictograph. So today also we will do one question, that is I will explain ചെയ്തു തരാം. You have to do it by yourself. That is, total number of students of a school in different year is given in your note textbook. You can take page number 196. Okay, so that is, question is given 1996 students number is 400. Then 1998 the number of students is 535. Then 2000 the number of students is 472. 2002 the number of students is 600. 2004 the number of students is 623. So this is the question which is given for you. You have to prepare a pictograph of students using one symbol. Symbol is given here. ഈ ഒരു symbol യൂസ് ചെയ്യണമെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. To represent 100 students and answer the following. So ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് it is equal to 100 students. So easy ആണ്. You can prepare the pictogram, that is you have to draw. എങ്ങനെയാണ് പിക്ടോഗ്രാം വരയ്ക്കുന്നത്? ലാസ്റ്റ് ക്ലാസ് ഓൾസോ വി ഹാവ് ഡൺ. യു ഹാവ് ടു ഡ്രോ കോളം, ദെൻ യു ഹാവ് ടു റൈറ്റ് ദ ഇയർ 1996. വോട്ട് യു ഹാവ് ടു ഡു? 400 സ്റ്റുഡൻസ് ഉണ്ട്. 400 സ്റ്റുഡൻസ്, ഒരെണ്ണം, ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 100. സോ യു ഹാവ് ടു ഡ്രോ ഹൗ മെനി? 4 pictures like this. 4 pictures, this is equal to 100, 200, 300, 400. Next, 1998 it is 535 students. 535 means നമുക്ക് 5 ഇതും വരയ്ക്കണം. This is 500. അഞ്ചെണ്ണം വരച്ചാൽ 1 2 3 4 5 500 പ്ലസ് 35 എന്ന് പറയുന്നത് നമുക്ക് ഒരു പകുതിയും വരയ്ക്കേണ്ട, അതിൻ്റെ ജസ്റ്റ് ഒരു കട്ടിങ് വരച്ചാൽ മതി. Okay, so 1998 535 students. 535 means 5 പ്രാവശ്യം നമ്മൾ വരച്ചു, ദാറ്റ് ഈസ് ഈക്വൽ ടു 500. ഇനി 35 എന്ന് പറയുന്നത് 100ൻ്റെ പകുതിയല്ല, പകുതിയാണെങ്കിൽ നമുക്ക് പകുതി പിക്ചർ വരയ്ക്കാൻ പറ്റും. അതായത് ഇങ്ങനെ വരയ്ക്കുന്ന പിക്ചറിൻ്റെ പകുതി വരയ്ക്കണം. അതായത് ഏകദേശം ഇങ്ങനെ ഒരു പകുതി, ദാറ്റ് ഈസ് ഇങ്ങനെ വരയ്ക്കാം, നമുക്ക് വേണമെങ്കിൽ പകുതിയായിട്ട് വരയ്ക്കാം. പക്ഷേ ഇവിടുത്തെ കേസിൽ പകുതിയല്ല, 35 സ്റ്റുഡൻസ് ആണ്. 35 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ യു ഹാവ് ടു ഡ്രോ ആ സിമ്പിൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഫുള്ളായിട്ട് വരയ്ക്കലും, ഫുള്ള് വരച്ചാൽ അതിൻ്റെ അർത്ഥം 100 ആണെന്നാണ്. നെക്സ്റ്റ് 2000 472 സ്റ്റുഡൻസ് ആണ് 2000 ഇയറിലുള്ള. സോ ദാറ്റ് മീൻസ് 400 4 വരച്ചു. ദിസ് ഇസ് ഈക്വൽ ടു 400. ഓരോന്നും 100 ആണെന്നുള്ളത് മനസ്സിൽ വിചാരിക്കുക. ദെൻ ഇനി എന്താ, ഒരു 72 എന്ന് പറയുമ്പോഴും നമുക്ക് ഏകദേശം ഇതേപോലെ തന്നെ വരച്ചാൽ മതി. ഓക്കെ, അങ്ങനെ വരച്ചാൽ മതി. ഇനി 2002 എന്ന് പറയുമ്പം അപ്പം ഇതൊക്കെ നമുക്ക് ഒരു ഐഡിയ, ഒരു പകുതി ഐഡിയ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പിക്ചർ കാണുമ്പോൾ 1998 500 സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് വേണമെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം, എന്തായാലും 500ന് മേളിൽ സ്റ്റുഡൻസ് ഉണ്ട് എന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. 600ൽ താഴെ ആയിരിക്കുമെന്ന്, അല്ലേ? അങ്ങനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇറ്റ് ഈസ് 500 ഗ്രേറ്റർ ദാൻ 500 ആൻഡ് ലെസ് ദാൻ 600. എന്തുകൊണ്ടാണ്? 600 ആയിരുന്നെങ്കിൽ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടും വരച്ചാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടും വരച്ചിട്ടില്ല, പകുതിയാണ് വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും 500നും 600 ഇടയിലുള്ള സ്റ്റുഡൻസ് ആണ് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. സോ 2000 ഞാൻ വരച്ചു. 2002 നമുക്ക് അതേപോലെ വരയ്ക്കാമല്ലോ. 2002ൽ 600 സ്റ്റുഡൻസ് ആണ്. സോ 1 2 3 4 5 6. Okay, then 2004 how many students? 623 students. So 600 6 പ്രാവശ്യം ഇങ്ങനെ വരയ്ക്കുക. That is equal to 600.
Then 23 more. 23 more എന്ന് പറയുമ്പോൾ ഇതേപോലെ പകുതി വരച്ചാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 600 എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ വരച്ചാൽ മതി. പകുതിയായിട്ട് പിക്ചർ വരയ്ക്കണം. അതിനർത്ഥം 500 കൂടുതലുണ്ട്, 600 കൂടുതലുണ്ടെന്ന് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് വാസ് ഈസി. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് ഹൗ മെനി സിമ്പിൾസ് റെപ്രസെൻറ്റ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ഇയർ 2002. 2002 എത്ര സ്റ്റുഡൻസ്, എത്ര സിമ്പിൾസ് ഉണ്ട്, എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് 600 തന്നിട്ടുണ്ട്. എത്ര സിമ്പിൾസ് നമ്മൾ വരച്ചു? 1 2 3 4 5 6 സിമ്പിൾസ് വരച്ചപ്പോഴാണ് 600 ആയത്. ബിക്കോസ് ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ഇറ്റ് ഇസ് ഗിവൺ 1 symbol is equal to 100 students. Okay, so then how many symbols represent total number of students for the year 1998? 1998 എത്ര സ്റ്റുഡൻസ് ആയിരുന്നു? 535. So 1 2 3 4 5 അതിൻ്റെ ഹാഫും. സോ 5.5 എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ആൻസർ എഴുതാം അല്ലേ. വെൻ യു ലുക്ക് ഹിയർ യു ക്യാൻ സി 5 സിമ്പിൾ നമ്മൾ കറക്റ്റായിട്ട് വരച്ചു, അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് സിമ്പിൾ. സോ ദാറ്റ് ഇസ് 5 കംപ്ലീറ്റഡ് ആൻഡ് 1 ഇൻകംപ്ലീറ്റ്. 5 കംപ്ലീറ്റ് ആയിട്ട് സിമ്പിൾ വരച്ചിട്ടുണ്ടോ, ഒരെണ്ണം ഇൻകംപ്ലീറ്റ് ആയിട്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഈ സെയിം തന്നെ പ്രിപ്പയർ അനദർ പിക്ടോഗ്രാഫ് ഓഫ് സ്റ്റുഡൻസ് യൂസിങ് എനി അതർ സിമ്പിൾ റെപ്രസെൻറ്റിംഗ് 50 സ്റ്റുഡൻസ്. അതായത് ഓരോ സിമ്പിൾ നമ്മൾ ഇപ്പോൾ ഇവിടെ 100 ആയിരുന്നു വരച്ചു. ഓരോ സിമ്പിൾ ഇസ് ഈക്വൽ ടു 100. നൗ വി ആർ ഗോയിങ് ടു റെപ്രസെൻറ്റ് ഓരോ സിമ്പിളും 50 സ്റ്റുഡൻസ് വെച്ചിട്ട് വരയ്ക്കാം. ഓക്കെ, ക്യാൻ വി ഡു ദാറ്റ്? ദി ക്വസ്റ്റ്യൻ ഇസ് സെയിം ഹിയർ. യു ഹാവ് ടു ഓരോ സിമ്പിളും 50 സ്റ്റുഡൻസിനെ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്പർ സെയിം തന്നെയാണ്, പക്ഷേ ഒരെണ്ണം എന്ന് പറയുന്നത് 50. ഇത് സിമ്പിൾ ഇസ് ഈക്വൽ ടു 50 സ്റ്റുഡൻസ്. സോ എന്താ പറ്റുന്നത്? 50 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പിക്ടോഗ്രാഫിൽ ഒരു മാറ്റം വരും. 1996 400 സ്റ്റുഡൻസ് ആണ്. അപ്പം നമ്മൾ നേരത്തെ വരച്ചത് ഒരു സിമ്പിൾ എന്ന് പറയുന്ന 100 ആയതുകൊണ്ട് നമ്മൾ എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം വരച്ചു. പക്ഷേ ഇപ്പം ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 50. 50 എന്ന് പറയുമ്പോൾ തന്നെ ദിസ് ഇസ് ഇങ്ങനെ വരയ്ക്കുമ്പം 100 ആയേ ഉള്ളൂ. ദിസ് ഇസ് 200, this is 300, this is 400. അപ്പം 1 2 3 4 5 6 7 8 4 പ്രാവശ്യം വരച്ചപ്പോൾ നമുക്ക് 400 കിട്ടിയ സ്ഥാനത്ത് ഇപ്പം നമ്മൾ 8 പ്രാവശ്യം വരച്ചാലേ 400 ആവത്തുള്ളൂ. ബിക്കോസ് 1 symbol is equal to 50 students. Okay, hope that is clear. Next 1998 same like this 535 ആണ്. So 1 2 3 ഇതെന്ന് പറയുമ്പോൾ 1, this is equal to 200, this is equal to 300, this is equal to 400, then this is equal to 500. 5 1 ഇത് രണ്ടും കൂടെ 100, 50 50 100, 200 300 400 500, then 5 35. So 35 more means ഒരെണ്ണത്തിൻ്റെ പകുതി വരച്ചാൽ മതി. കാരണം എന്താ, ഒരു സിമ്പിൾ എന്ന് പറയുന്നത് 50 ആണ്. സോ ഒരെണ്ണത്തിൻ്റെ പകുതി വരച്ചാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 535. 535 എന്ന് കറക്റ്റായിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 500. ഓക്കെ, so it is not compulsory that you have to use this symbol itself. Instead of this symbol you can use any symbol. നമുക്ക് ഏത് സിമ്പിൾ വേണമെങ്കിലും, triangle, rectangle, any symbol you can use. Okay, so next is you have to mark 2000. In the year 2000 how many students are there? 472 students are there. So you have to draw 1, this is 100, then 2 രണ്ട് പ്രാവശ്യം വരയ്ക്കുമ്പോൾ this is 200, then this is 300, then this is 400, 472, that is 72 more. അപ്പം ഒരെണ്ണം വരച്ചാൽ 472 means 400 plus 72. So 400 plus നമ്മുടെ ഈ ഒരു പിക്ചർ വരച്ചാൽ ഇറ്റ് ഇസ് 400 plus 50 അല്ലേ ഒരെണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം വരച്ചു. ഇനിയും നമുക്ക് ഉണ്ട് 472 അല്ലേ. അപ്പം ഇതിൻ്റെ അടുത്ത പിക്ചറിൻ്റെ ഒരു പകുതിയും കൂടെ വരച്ചാൽ മാത്രമേ 472 ആകത്തുള്ളൂ. യെസ്, യു ഗോട്ട് ഇറ്റ്. ബിക്കോസ് 1 symbol is equal to 50 students. സോ നമുക്ക് 400-ന് നമ്മൾ 1 2 3 4 5 6 7 8 ഇതായപ്പോൾ 400 ആയി. ഇനി 72 more എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ 100-ന്റെ കേസിൽ, ഒരു സിമ്പിൾ 100 ആയിരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരെണ്ണത്തിൻ്റെ പകുതി വരച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ 50 ആണ്. സോ 50 വരയ്ക്കണമെങ്കിൽ നമ്മൾ ഒരെണ്ണം ഫുള്ളായിട്ട് വരച്ചു. ദിസ് ഇസ് ഈക്വൽ ടു 50 പ്ലസ് ഇനി ഒരു നമുക്ക് 72 ആണ് ആവേണ്ടത്. അപ്പം ഇതിൻ്റെ ഒരെണ്ണം പകുതിയും കൂടി വരയ്ക്കാം. ഓക്കെ, now last one is 623. 623 you can do it by yourself. 623 നിങ്ങൾ വരയ്ക്കത്തില്ലേ? So this is the way to represent data in the pictograph. So what is the use of this pictograph? ഇങ്ങനെ pictograph വരയ്ക്കുന്നതുകൊണ്ട് എന്താ ഉപയോഗം?
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ 1996 400 സ്റ്റുഡൻസ് ഉണ്ടോ, നിങ്ങൾ 400 പിക്ചേഴ്സ് വരയ്ക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇസ് ഇറ്റ് ഈസി? നോ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. സോ ഫ്രം ദിസ് പിക്ചർ ഇഫ് യു ആർ ഗിവിംഗ് ഓൾ ദി ഡേറ്റ 1996 ഇങ്ങനെ ഡേറ്റാസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു സിമ്പിൾ എന്ന് പറയുന്നത് 50 ആണോ 100 ആണോ എന്ന് ഡേറ്റ കൊടുത്ത് കറക്റ്റായിട്ട് വരച്ചു ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു ടു ഇൻ്റർപ്രറ്റ് ദിസ്. ഓക്കെ, സോ സ്റ്റുഡൻസ്, ഐ ആം ഗോയിങ് ടു ഗിവ് യു എ ടാസ്ക് ദാറ്റ് ഈസ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്, ദാറ്റ് ഈസ് today it is Wednesday. So Wednesday onwards, Wednesday, Thursday, Friday, Saturday, Sunday, 5 days you have to take the corona cases. You know that in the evening there is a meeting and our chief minister will announce how many cases are there. So you have to represent that in a picture graph. This is a task for you and you have to do this in a paper. In any paper you can do it and post it in your activity group. What is the activity? You have to take the corona cases of each day starting from today, that is Wednesday, Thursday, Friday, Saturday and Sunday, and you can represent it in a pictograph. And I want to see all my children posting this in your activity group. You can use any symbol and ഓരോ സിമ്പിളും എത്രയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് യു ഹാവ് ടു തിങ്ക് ആൻഡ് റൈറ്റ്. നിങ്ങൾക്ക് ആ ഒരു ഇപ്പം യു നോ ദാറ്റ് 5000 ഒക്കെയാണ് ഓരോ കേസും വരുന്നത്. അപ്പോൾ 5000 വരണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം വരയ്ക്കാൻ ഓരോ സിമ്പിളും എത്ര വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, സോ വിത്ത് ദിസ് വി കംപ്ലീറ്റ് ദിസ് exercise. Now we will move to next exercise, that is 9.3. This exercise is based on bar graph. So what is bar graph? നമ്മൾ ഈ പിക്ടോഗ്രാഫ് വരയ്ക്കുന്നതിന് പകരം നമ്മൾ ഗ്രാഫിൽ ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഗ്രാഫ് അറിയാമല്ലോ, ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് 9.3 എക്സസൈസിൽ ഗ്രാഫ് തന്നിട്ടുണ്ട്, നിങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് ഗ്രാഫ് ഇൻ്റർപ്രറ്റ് ചെയ്ത് ആൻസർ എഴുതുക. 9.4 എന്ന് പറയുന്നത് ഗ്രാഫ് തന്നിട്ടില്ല, നിങ്ങൾക്ക് ഓരോരോ വാല്യൂസ് അല്ലെങ്കിൽ ഓരോരോ ഇൻഫർമേഷനാണ് തന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കണം. ബോത്ത് ആർ ഈസി, നമുക്ക് വരയ്ക്കാം. ഓക്കെ, സോ ഗ്രാഫ് paper is not enough because നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല, ബാർ ഗ്രാഫ് മതി. So you can do it in your notebook itself. Okay, so exercise 9.3 first question, the bar graph given alongside. So the bar graph is given. Take out your textbook and look at the question 198 page number. A bar graph is given, then it shows amount of wheat purchased by government during the year 1998 to 2000. So ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു, എത്ര വീറ്റ് കൾട്ടിവേറ്റ് ചെയ്തു. ഇൻ യുവർ ഹൗസ് ഓൾസോ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു 1 month നിങ്ങൾ എത്ര രൂപയുടെ സാധനങ്ങൾ വീട്ടിൽ മേടിക്കുന്നുണ്ടെന്ന് യു ക്യാൻ ആസ്ക് യുവർ പേരൻസ് ആൻഡ് യു ട്രൈ ടു ഡു എ ഗ്രാഫ്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി യു ആർ സ്റ്റഡിങ് മാത്സ്. സോ നിങ്ങൾ ഈ മാത്സിൻ്റെ ഓരോ പ്രോബ്ലംസ് ഒക്കെ പഠിക്കുന്നതിന് യു ഹാവ് ടു അപ്ലൈ ഇറ്റ് ഇൻ യുവർ ഡേ ടു ഡേ ലൈഫ്. സോ ഐ വോണ്ട് മൈ ചിൽഡ്രൻ ടു അപ്ലൈ ദിസ് ഇൻ യുവർ ലൈഫ്. ദാറ്റ് ഈസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഹൗ മെനി or what is the amount you are spending in buying milk in the month of February. Next month onwards you can calculate February, March, April, May, 4 months calculate ചെയ്തിട്ട് you can see graph increase ചെയ്യുവാണോ ഡിക്രീസ് ചെയ്യുകയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, സോ യു ഹാവ് ടു ഡു ലൈക്ക് ദാറ്റ്. സോ ഇത് 1998 മുതൽ 2000 വരെ വീറ്റിൻ്റെ എമൗണ്ട് ആണ്. റീഡ് ദി ബാർ ഗ്രാഫ്. സോ ബാർ ഗ്രാഫ് ഇസ് ഗിവൺ. Write down the observation. In which year was the wheat production maximum, wheat production minimum? So when you look here you can see this is a graph. ഇതിൽ തന്നിട്ടുണ്ട് wheat in 1000 tons ആണ് ഇവിടെ തന്നിരിക്കുന്നത്. wheat in എത്ര ടൺസ് ആണ്? 1000 ടൺസിലുള്ള wheat ആണ് തന്നിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നത് ഇയർ. ഇതെല്ലാം ഗ്രാഫിൽ തന്നിട്ടുണ്ട്. സോ വൺ ഓഫ് ദി 2 things you have to keep in a mind, a graph should have 2 axes. 2 ആക്സിസ് ഗ്രാഫിന് വേണം. 2 ആക്സിസും തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇയർ ആണെങ്കിൽ ഇയർ, വീറ്റിൻ്റെ കൾട്ടിവേഷൻ ആണെങ്കിൽ വീറ്റിൻ്റെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതുക. ഇനി നമ്മൾക്ക് അതേപോലെ തന്നെ ഇൻ്റർവെൽസും മാർക്ക് ചെയ്യണം. സോ ഇവിടെ ഇയർ ആണ് തന്നിരിക്കുന്നത്. ഇയർ 1998, 1999, 2000, 2001, 2002 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് വീറ്റിൻ്റെ കൾട്ടിവേഷൻ എത്രയാണ് ുള്ളത് ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് നമ്മൾ വായിച്ചെടുക്കണം. ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ കണ്ടില്ലോ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് തന്നെ ഇടുക. ഇപ്പോൾ ഏകദേശം 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഇടുന്നതെങ്കിൽ ഇവിടെയും ആ ഒരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഇടുക. ഇനി ഇവിടെ 0, 5, 10, 15, 20 ഗ്രാഫിൽ തന്നിട്ടുണ്ട്, നമുക്ക് വായിച്ചെടുത്താൽ മതി. പക്ഷേ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ തന്നെ ക്ലാസ് ഇൻ്റർവെൽസ്, അതായത് ഈ ഒരു കാര്യം നമ്മൾ തന്നെ നോക്കിയെടുക്കാം. സോ വി ക്യാൻ ഡു ദാറ്റ്. സോ ബാർ ഗ്രാഫ് വരയ്ക്കുക. ബാർ ഗ്രാഫ് വരച്ചിട്ട് നോക്കാം വീറ്റ് പ്രൊഡക്ഷൻ മാക്സിമം എപ്പോഴാണ് നടന്നിരിക്കുന്നതെന്ന്. സോ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? 1998 ഗ്രാഫ് എവിടെ വന്നാണ് നിൽക്കുന്നത്? 15 വന്നാണ്. 15 എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഇതെന്ന് പറയുന്നത്
ദിസ് ഈസ് ഈക്വൽ ടു 5000. ഓരോന്നും പറയുന്നത് 1000 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 10,000, 15,000, 20,000, 25,000, 30,000. 1000 ആണ് ഇത്. ഓക്കെ, സോ 0, 5, 10 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇൻ യുവർ ക്വസ്റ്റ്യൻ യു ക്യാൻ സി വീറ്റ് ഇൻ 1000 tons എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഓരോന്നും 1000 ആണ് മാക്സിമം. സോ ഇവിടെ ഇത് 15,000 ആണ്. നെക്സ്റ്റ് 1999 25,000, 25യുടെ നേരെയാണ് വന്നിരിക്കുന്നത്. 2000 20യുടെ നേരെ, 2001 20യുടെ നേരെ, 2002 30യുടെ നേരെ. സോ 30,000 tons. സോ മാക്സിമം പ്രൊഡക്ഷൻ എപ്പോഴാണ് നടന്നത്? 2002. കാരണം ബാർ ഗ്രാഫിൽ നോക്കുമ്പോൾ 2002 ആണ് 30യുടെ നേരെ വന്നിരിക്കുന്നത്. 30 എന്ന് പറയുന്നത് വീറ്റ് പ്രൊഡക്ഷൻ 30,000 ആണെന്നാണ് അർത്ഥം. സോ മാക്സിമം വീറ്റ് പ്രൊഡക്ഷൻ that ഇനി 2002ലും. നെക്സ്റ്റ് മിനിമം വീറ്റ് പ്രൊഡക്ഷൻ ഏറ്റവും കുറവ് വന്നിരിക്കുന്ന ഏതാ? ബാർ ഗ്രാഫ് നോക്കുമ്പോൾ അറിയാം ഇതാണ് ഏറ്റവും ചെറുത്. സോ അത് 1998ലാണ് മിനിമം വീറ്റ് പ്രൊഡക്ഷൻ നടന്നിരിക്കുന്നത്. സോ ഇൻ ദിസ് വേ യു ക്യാൻ ഇൻ്റർപ്രറ്റ് ഫ്രം ദി ഗ്രാഫ്. വെരി ഈസി ക്വസ്റ്റ്യൻസ്, ഗ്രാഫ് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദിസ് ബാർ ഗ്രാഫ് വിച്ച് ഇസ് ഷോയിങ് ദ സെയിൽ ഓഫ് ഷർട്ട്സ്. സോ ഇവിടെ 1 unit is equal to 5 shirts എന്ന് കണ്ടിട്ടുണ്ട്. വാട്ട് ഇൻഫോർമേഷൻ ഡസ് ദി എബോവ് ബാർ ഗ്രാഫ് ഗീവ്? എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് തന്നിരിക്കുന്നത് നോക്കുമ്പോൾ നമുക്കറിയാം. നമ്പർ ഓഫ് ഷർട്ട്സ്, പ്ലീസ് ടേക്ക് ഔട്ട് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ജസ്റ്റ് ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻ നമ്പർ 2. നമ്പർ ഓഫ് ഷർട്ട്സ് സോൾഡ് ഇൻ ഒരു വീക്കിൽ എത്ര ഷർട്ട്സ് സോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ്, സെല് ചെയ്തിട്ടുണ്ടെന്നാണ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. സോ വാട്ട് ഡസ് ദി ഇൻഫോർമേഷൻ ഗീവ്? ബാർ ഗ്രാഫ് വായിക്കുമ്പം ദി നമ്പർ ഓഫ് ഷർട്ട്സ് വിച്ച് ഇസ് സോൾഡ് ഓർ വിച്ച് വാസ് സോൾഡ് ഇൻ വീക്ക്. ഒരു വീക്കിൽ എത്ര ഷർട്ട്സ് സെല് ചെയ്തിട്ടുണ്ടെന്നാണ് ബാർ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇസ് ഇറ്റ് ഓക്കെ? ദെൻ what is a scale chosen on a horizontal line representing number of shirts? സ്കെയിൽ ഏതാണെന്നാണ്. സ്കെയിൽ എന്ന് പറയുന്ന അർത്ഥം നമ്മൾ ഈ വരയ്ക്കുന്നതിൽ ഇപ്പം 0, 5, 10, 15, 20, 25 ഇങ്ങനെയല്ല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് സ്കെയിൽ. ഈ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 0 to 5ൻ്റെ ഇടയിൽ എത്രയാണ്? 5 units. ഇതിൻ്റെ ഇടയിൽ 5 units. ഇവിടെ 5 കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് 10 units ഗ്യാപ്പിൽ കൊടുക്കാൻ പറ്റില്ല. ഈക്വൽ ആയിട്ട് വേണം ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കൊടുക്കാൻ. നിങ്ങളിപ്പോൾ 0, 10, 20, 30 എന്ന് പറഞ്ഞാലും ഓരോന്നിൻ്റെ ഇടയിൽ 10 unitsൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ 0, 5, 10 എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇതിൻ്റെ ഇടയിൽ 5 units ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ഓരോ നമ്പറിൻ്റെ ഇടയിലും 5 units തന്നെ ഡിഫറൻസ് വേണം. ഒരു നമ്പറിൽ 10 unitsഉം പിന്നത്തെ നമ്പറിൽ 5 unitsഉം ഡിഫറൻസ് കൊടുത്താൽ ദി ആൻസർ ഇസ് റോങ്. അപ്പം ഈക്വൽ ആയിട്ട് വേണം ഡിഫറൻസ് കൊടുക്കാൻ. ദാറ്റ് ഈസ് സ്കെയിൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അറിയാം ഈക്വൽ ആയിട്ടാണ്. 10 unitsൻ്റെ വ്യത്യാസമാണെങ്കിൽ ആ കംപ്ലീറ്റ് ഗ്രാഫിനും 10 unitsൻ്റെ വ്യത്യാസത്തിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് ദി സ്കെയിൽ ചൂസൺ? ഏത് സ്കെയിലാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്? 5 unitൻ്റെ സ്കെയിൽ. 1 unit is equal to 5 shirts. ഓരോ യൂണിറ്റും 5 shirts ആണ് അർത്ഥം. ദാറ്റ് ഈസ് 0 to 5 എന്ന് പറയുമ്പോൾ അവിടെ 5 shirts. മൺഡേ നോക്കിക്കേ 15 shirts. 15ൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര ഷർട്ട്സ് ആയിരിക്കും സോൾവ് ചെയ്തേക്കുന്നത്? 15 shirts എന്നുള്ളത്. ഓക്കെ, ദെൻ what next question which is given is on which day were the maximum number of shirts sold? How many shirts were sold? maximum text bookil നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം സാറ്റർഡേ ആണ് ഏകദേശം 60 മാക്സിമം ഷർട്ട്സ്. സാറ്റർഡേ ഏകദേശം 60യുടെ നേരെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഗ്രാഫ് നോക്കി ഗ്രാഫ് വെച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യുക. 60യുടെ നേരെയാണ് വന്നിരിക്കുന്നത്. ദെൻ ഓൺ വിച്ച് ഡേ മിനിമം ഷർട്ട്സ് were sold? മിനിമം ഷർട്ട്സ് സോൾവ് ചെയ്ത് ഏത് ഡേ ആയിരിക്കും? 10ന് നേരെ വന്നിരിക്കുന്ന ട്യൂസ്ഡേ. ദെൻ ഹൗ മെനി ഷർട്ട്സ് were sold on Thursday? തേഴ്സ്ഡേ എത്ര ഷർട്ട്സ് ആണ് സെൽ ചെയ്തിരിക്കുന്നത്? 35. സോ ഗ്രാഫ് നോക്കുക, ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഗ്രാഫ് നോക്കി ഒരു സ്കെയിലൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ഗ്രാഫിൻ്റെ നേരെ ഏത് വാല്യൂ ആണ് താഴോട്ട് വരുന്നത് നോക്കിയാൽ മതി. താഴെയാണ് നമ്പർ ഓഫ് ഷർട്ട്സ് സോൾഡ് കൊടുത്തിരിക്കുന്നത്. ഓരോ ദിവസം നമുക്ക് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ എക്സ് ആക്സിസും വൈ ആക്സിസിലും ഏതൊക്കെയാണ് തന്നത്? ദിസ് ഇസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് വൈ ആക്സിസ്. അത് ഓർത്ത് വെച്ചോ. ഈ എക്സ് ആക്സിസിൽ ഏതാ തന്നിരിക്കുന്നത്, വൈ ആക്സിസിൽ ഏതാ തന്നിരിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. ടെക്സ്റ്റ് ഗ്രാഫിൽ നിന്നും ഈസി ആയിട്ട് ആൻസർ എഴുതാം. വിൽ യു ഡു ഇറ്റ്? യെസ്. സോ ക്വസ്റ്റ്യൻസ് വൃത്തിയായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്താൽ മതി. യൂണിറ്റ് ലെങ്ത് നോട്ട്ബുക്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പിക്ചേഴ്സിന് തന്നിട്ടുണ്ട്. കാരണം ബാർ ഗ്രാഫ് ഇൻ്റർപ്രറ്റ് ചെയ്യാനാണ്. ഇനി അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാർ ഗ്രാഫ് തന്നെ വരയ്ക്കണം. അപ്പം യു ഹാവ് ടു ഫസ്റ്റ് തിങ് ഇസ് യു ഹാവ് ടു ടേക്ക് എ പെൻസിൽ, ദെൻ യു ഹാവ് ടു ടേക്ക് എ സ്കെയിൽ. പെൻസിലും സ്കെയിലും അല്ലാതെ പെന്ന് വെച്ചിട്ടും സ്കെയിൽ ഇല്ലാതെ ഐ ഡോണ്ട് വോണ്ട് ടു സീ എനി ഗ്രാഫ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഐ വിൽ നോട്ട് ഗിവ് മാർക്ക് ഫോർ ദാറ്റ്. സോ യു വിൽ നോട്ട് ഗെറ്റ് മാർക്ക്. ഗ്രാഫ് വരയ്ക്കേണ്ടത് സ്കെയിൽ വെച്ചിട്ടാണ്. സോ ഇത് ഇപ്പം ബോർഡിൽ മിസ്സിന് സ്കെയിൽ വെച്ച് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മിസ് ഫസ്റ്റ് വൺ വരച്ചിട്ട് ബാക്കി ഒരു എണ്ണവും വരച്ച് കാണിക്കാറുണ്ട്. ഓക്കെ, സോ യു ഹാവ് ടു യൂസ് യുവർ സ്കെയിൽ ടു ഡ്രോ.
So last 9.4 exercise ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഓക്കെ ചിൽഡ്രൻ, ദിസ് ഇസ് എക്സസൈസ് 9.3. ഇതിൽ നമുക്ക് എല്ലാ ഇൻഫോർമേഷനും തന്നിട്ടുണ്ട്. ഇൻഫോർമേഷൻ നോക്കിയിട്ട് ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, സോ ദി ക്വസ്റ്റ്യൻ ഇസ് 9.4 ആണ്, എക്സസൈസ് 9.4. A survey of 120 school students was done to find which activity they prefer. So ഓരോ Okay, so exercise 9.4, first question. So here all informations are given. You have to draw the bar graph. A survey of 120 students was done and to find out which activity they prefer. ഓരോരുത്തരുടെയും സർവേ നടത്തിയിട്ട് ഓരോ സ്റ്റുഡൻസിനോടും വന്ന് ചോദിക്കുക നിങ്ങൾക്ക് ഏത് ആക്ടിവിറ്റിയാണ് പ്രിഫർ ചെയ്തത്. അതിൻ്റെ ഒരു സർവേ എടുക്കുകയാണ് ഫ്രീ ടൈമിൽ. ഓക്കെ, സോ പ്ലേയിങ് പ്രിഫർ ചെയ്ത 45 സ്റ്റുഡൻസ്, റീഡിങ് ഫ്രീ ടൈമിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ചത് 45 സ്റ്റുഡൻസ്, റീഡിങ് സ്റ്റോറി ബുക്ക് 30 സ്റ്റുഡൻസ്, വാച്ചിങ് TV 20 സ്റ്റുഡൻസ്, ലിസണിങ് ടു മ്യൂസിക് 10 സ്റ്റുഡൻസ്, പെയിൻറ്റിങ് 15 സ്റ്റുഡൻസ്. ഇങ്ങനെയാണ് ഒരു സർവേ എടുത്തത്. ഒരു ക്ലാസ്സിലെ സർവേ എടുത്തതാണ്. ഫ്രീ പീരീഡിൽ എത്ര പേർക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Then you have to draw a bar graph to illustrate the above data. ഈ ഡേറ്റ വെച്ചിട്ട് ഒരു ബാർ ഗ്രാഫ് വരയ്ക്കുക. 1 യൂണിറ്റ് ലെങ്ത് is equal to 5 സ്റ്റുഡൻസ്. ഓരോ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 5 സ്റ്റുഡൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗിവൺ ഇൻ യുവർ ബാർ ഗ്രാഫ്. Then which activity is preferred? ഒരു ആക്ടിവിറ്റി പ്രിഫർ ചെയ്യുന്നത് ആരാണ്? Which activity is preferred by most of the students other than playing? Playing അല്ലാതെ ഏതൊക്കെ ആക്ടിവിറ്റീസ് എത്ര പ്രിഫർ ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, സോ ഹിയർ ഇൻ ദിസ് യു ക്യാൻ ഡ്രോ. സോ ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യം ഓർത്തിരിക്കേണ്ടത്? യു ഹാവ് ടു ഡ്രോ വിത്ത് ദ സ്കെയിൽ. യു ഹാവ് ടു ഡ്രോ 2 ആക്സിസ്. ഇങ്ങനെ ഒരു ആക്സിസ് വരയ്ക്കുക. ഇനി നമ്മൾ പ്ലേയിങ്, റീഡിങ് 5 ഇവിടെ തന്നിട്ടുണ്ട്. 1 യൂണിറ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? 1 യൂണിറ്റ് ലെങ്ത് is equal to 5 സ്റ്റുഡൻസ്. 1 യൂണിറ്റ് ലെങ്ത് is equal to 5 സ്റ്റുഡൻസ്. അപ്പം നമുക്കിപ്പോൾ നോക്കുമ്പോൾ അറിയാം ഇവിടെ 15, 10, 20, 30, 45 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പം 5 യൂണിറ്റിൻ്റെ ഗ്യാപ്പ് വരണം. 0, 5, 10, 15, 20, 25, 45 വരെ പോകണം. 30, 35. So I am drawing it once again. So draw a graph. ഒരു കംപ്ലീറ്റ് പേജ് എടുത്തിട്ട് ഗ്രാഫ് വരയ്ക്കുക. Then take out your scale and draw. Then ഇവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആണ്. അതുകൊണ്ട് 0, 5, 10. ഇനി നിങ്ങൾ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്ന സ്കെയിൽ വെച്ചിട്ട് 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ വെച്ച് തന്നെ എടുക്കുക. 0, 5, 10, 15, 20, 25, 30, 35, 40, 45 വരെ വരച്ചാൽ മതി. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ അറിയാം പ്രിഫർ ചെയ്തിട്ടുള്ളത് 45 സ്റ്റുഡൻസ് ആണ് ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത്. ഇനി ഓരോ കാര്യങ്ങളും പ്രിഫേർഡ് ആക്ടിവിറ്റി താഴെ എഴുതുക. പ്ലേയിങ് ചെറുതായിട്ട് എഴുതുക, പ്ലേയിങ്. ഇനി ഇവിടെ നമ്മൾ 1 സെൻറ്റിമീറ്റർ എടുത്തത് അടുത്തത് 1 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ തെറ്റും. റീഡിങ് സ്റ്റോറി ബുക്ക്, സോ റീഡിങ്. ദെൻ വാച്ചിങ് TV. So you have to write it completely. ഞാൻ TV ന്ന് എഴുതുന്നുള്ളൂ. Then listening to music. I have written listening to music. Music എന്ന് എഴുതി. Then painting. So like this I have written. സോ ഒരു കാര്യം ഓർക്കുക, ഇവിടെ നിങ്ങൾ സ്കെയിലിൽ 1 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ സ്കെയിലിൽ കൊണ്ടുപോയി 5 സെൻറ്റിമീറ്റർ എടുത്താൽ അത് ആൻസർ വിൽ ബി റോങ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5, 10, 15, 20 ഗ്യാപ്പിൽ എടുക്കണമെന്ന്. 1 യൂണിറ്റ് ലെങ്ത് is equal to 5 സ്റ്റുഡൻസ്. അപ്പം 5 യൂണിറ്റ് ഗ്യാപ്പിൽ എടുക്കുക. ഇനി ഇവിടെ താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. ഇനി പ്ലേയിങ് പ്രിഫർ ചെയ്യുന്ന എത്ര പേരാണ്? പ്ലേയിങ് പ്രിഫേർഡ് ബൈ 45 സ്റ്റുഡൻസ്. സോ 45 സ്റ്റുഡൻസിലോട്ട് വരയ്ക്കണമെങ്കിൽ ഗ്രാഫ് ഇവിടുന്ന് തുടങ്ങി 45 സ്റ്റുഡൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. സോ ഇവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് 5 സെൻറ്റിമീറ്റർ വേണേൽ 5 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ വേണേൽ 1 സെൻറ്റിമീറ്റർ. നിങ്ങളുടെ ഒരു യുക്തി പോലെ നിങ്ങളത് വരച്ചു വെക്കുക. ഓക്കെ, ദെൻ റീഡിങ് സ്റ്റോറി ബുക്ക് 30 സ്റ്റുഡൻസ്. സോ റീഡിങ് ഇറ്റ് ഈസ് 30. ഓക്കെ, ദെൻ വാച്ചിങ് TV 20 സ്റ്റുഡൻസ്. സോ ഗ്രാഫ് 20ക്ക് നേരെ തന്നെ വരയ്ക്കുക. അത് സ്കെയിൽ വെച്ച് 20ക്ക് നേരെ വരുന്ന രീതിയിൽ വരയ്ക്കുക. ഓക്കെ, then listening to music it is 10 students. so 10 ന് നേരെ വരുന്ന സ്കെയിൽ വെച്ചിട്ട് മ്യൂസിക്കിന് നേരെ 10 സ്റ്റുഡൻസ്.
പെയിൻറ്റിങ് 15 സ്റ്റുഡൻസ്. സോ 15 നേരെ വന്നിട്ട് പെയിൻറ്റിംഗ് എന്ന് വരച്ചു അവിടെ നേരെ 15 സ്റ്റുഡൻസ്. ഇനി നമുക്ക് ഗ്രാഫിൽ നിന്നും ഈസി ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാം. പ്ലേയിങ് എത്ര പേര് പ്രിഫർ ചെയ്തു? 45ക്ക് നേരെയാണ്, പ്ലേയിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ പ്ലേയിങ്. സോ വരയ്ക്കുമ്പം ഗ്രാഫ് വരച്ചതിൻ്റെ നേരെ താഴെ തന്നെ ഓരോ കാര്യങ്ങളും വരാൻ നോക്കണം. കണ്ടോ? മ്യൂസിക്, പെയിൻറ്റിങ്. സ്കെയിൽ വെച്ച് വരയ്ക്കാതെ തന്നെ മിസ്സിൻ്റെ നേരെ ഒന്ന് നിങ്ങൾ സ്കെയിൽ വെച്ച് വരച്ചാൽ മതി. സ്കെയിൽ വെച്ച് 2 ആക്സിസും വരയ്ക്കുക. ഇനി ഇതിൻ്റെ ഗ്യാപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഗ്യാപ്പ് എടുക്കാം. പക്ഷേ എല്ലാം സെയിം ആയിട്ട് തന്നെ ഗ്യാപ്പ് എടുക്കുക. സ്കെയിൽ വെച്ചിട്ട് വരച്ചാൽ മതി. ഇവിടെയും അതേപോലെ ഗ്യാപ്സ് വരുന്ന എത്ര സെൻറ്റിമീറ്റർ വ്യത്യാസത്തിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണമെന്നില്ല. 10 സെൻറ്റിമീറ്റർ വ്യത്യാസത്തിൽ തന്നെ എടുക്കണമെന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് വ്യത്യാസത്തിന് എടുക്കാം. ഓക്കെ, ദെൻ ഓക്കെ സ്കെയിൽ എടുത്തിട്ട് സെൻറ്റിമീറ്റർ വ്യത്യാസം കറക്റ്റായിട്ട് വരുത്താം. സോ ഫ്രം ദിസ് ഇത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചത്, വിച്ച് ആക്ടിവിറ്റി ഈസ് പ്രിഫേർഡ് ബൈ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് അതർ ദാൻ പ്ലേയിങ്. ഏത് ആക്ടിവിറ്റിയാണ് പ്രിഫർ ചെയ്തത്? പ്ലേയിങ് 45 സ്റ്റുഡൻസ് പ്രിഫർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് 30 സ്റ്റുഡൻസ് ആണ് റീഡിങ് സ്റ്റോറി ബുക്ക്. ഓക്കെ, സോ സ്റ്റോറി ബുക്കാണ് പ്രിഫർ ചെയ്തത്. ഓക്കെ, സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. ഇതിന് ശേഷം നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യനും കൂടി ബാർഗ്രാഫ് അല്ല 3 ക്വസ്റ്റ്യൻസ് ബാർഗ്രാഫ് വരയ്ക്കാനുള്ളതുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വൃത്തിയായിട്ട് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. സോ മിസ് ബോർഡിൽ വരയ്ക്കുന്നില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് മാത്തമാറ്റിക്സ് ബുക്ക് സോൾഡ് ബൈ എ ഷോപ്പ് കീപ്പർ ഓൺ 6 കൺസിക്യൂട്ടീവ് ഡേയ്സ്. 6 ദിവസം അടുപ്പിച്ച് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. 65, 40, 30, 50, 20, 70 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് സ്കെയിൽ ചൂസ് ചെയ്യാം. നിങ്ങൾ ഏത് സ്കെയിൽ ചൂസ് ചെയ്യും? ഇവിടെ ഈസി അല്ലേ, 10, 20, 30 എടുക്കുന്നതല്ലേ നല്ലത്. അതിലൊരു 65 വന്നിട്ടുണ്ട്. 65 എന്ന് പറയുമ്പം നിങ്ങൾ ഗ്രാഫ് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ 0, 10, 20, 30, 40, 50, 60 എന്ന് എടുക്കുക. 65 70ക്കും 60യുടെ ഇടയിലായിരിക്കത്തില്ലേ? 60 കഴിഞ്ഞ് ഏകദേശം നടുക്ക് വരച്ചാൽ പോരെ 65. നിങ്ങൾ 0, 5, 10, 15, 20 എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഗ്രാഫായി പോകും. ബാക്കി എല്ലാ വാല്യൂസും 10സിൻ്റെ മൾട്ടിപ്പിളാണ്. 65 മാത്രമേ ഉള്ളൂ അവിടെ തന്നിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് മിസ് പറയുന്നത്. അത് 60ക്കും 70യുടെ ഇടയിൽ കറക്റ്റ് നടുക്ക് വരച്ചാൽ പോരെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ആണ്, നിങ്ങൾക്ക് അറിയാം. ബൈസൈക്കിൾ മാനുഫാക്ചറിങ്ങിൻ്റെ എത്ര ബൈസൈക്കിൾസ് ഓരോ ഇയറിൽ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടെന്ന് ഗ്രാഫ് വരയ്ക്കുക. അവിടെ വാല്യൂസ് നോക്കുമ്പം 800, 600, 900 ഒക്കെയാണ്. അപ്പം ഒരു 0, 100, 200, 300 അതായത് 100 യൂണിറ്റിൽ വ്യത്യാസത്തിൽ വരയ്ക്കുക. അങ്ങനെ വാല്യൂ തന്നിരിക്കുന്ന എത്രയാണോ ആ നോക്കി വ്യത്യാസത്തിൽ വേണം വരയ്ക്കാൻ. 65, 40, 35 ഒക്കെ വന്നു കഴിഞ്ഞാൽ 10 യൂണിറ്റ്സിൻ്റെ വ്യത്യാസം. 800, 600 ഒക്കെ വന്നു കഴിഞ്ഞാൽ 100 യൂണിറ്റിൻ്റെ വ്യത്യാസത്തിൽ വരയ്ക്കുക. അത് 0 10, 20, 30, 40 എന്ന് എഴുതി പോവല്ലോ. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാം. നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ വേരിയസ് ഏജ് ഗ്രൂപ്പ് ഇൻ എ ടൗൺ ഇസ് ഗിവൺ ദി ഫോളോയിങ്. അതായത് 2 lakh, 1,60,000 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ സോ ക്വസ്റ്റ്യൻ പ്ലീസ് റീഡ് ഇറ്റ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 203. ഫോർത്ത് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ വേരിയസ് ഏജ് ഗ്രൂപ്പ് ഇൻ എ ടൗൺ. ഒരു ടൗണിൽ ഓരോ ഏജ് ഗ്രൂപ്പിലും എത്ര പേരുണ്ടെന്നുള്ള സർവേ ആണ് എടുത്തിരിക്കുന്നത്. ഏജ് ഗ്രൂപ്പ് 1 to 14, 2 lakhs. 15 to 29, 1,60,000. 30 to 44, 1,20,000. 45 to 59, 1,20,000. 60 to 74 ഏജ് ഗ്രൂപ്പിൽ 80,000. 75 ആൻഡ് മേളിലെ ഏജ് ഗ്രൂപ്പിൽ എത്ര പേരാ വന്നിരിക്കുന്നത്? 40,000. സോ ഇതിൽ നിന്ന് ബാർഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1 യൂണിറ്റ് ലെങ്ത് ഇസ് ഈക്വൽ ടു 20,000. അപ്പോൾ നമുക്ക് 20,000, 0, 20,000, 20,000 കഴിഞ്ഞ് 40,000. അപ്പോൾ 20,000 വ്യത്യാസത്തിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, സോ ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ വേരിയസ് ഏജ് ഗ്രൂപ്പ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 20,000. ഇറ്റ് ഈസ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. സോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? യു ഹാവ് ടു ഡ്രോ ഈ 2 ആക്സിസ്, ഗ്രാഫ് വരയ്ക്കുക. ആൻഡ് what you have to do, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇറ്റ് ഈസ് ഏജ് ഗ്രൂപ്പ് ഇൻ ഇയേഴ്സ് ആൻഡ് നമ്പർ ഓഫ് പേഴ്സൺസ്. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഏജ് ഗ്രൂപ്പ് ഇൻ ഇയേഴ്സും നമ്പർ ഓഫ് പേഴ്സൺസ്. അപ്പോൾ നമുക്ക് ഏജ് ഗ്രൂപ്പ് ഇവിടെ മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 0, 1 to 14 ഒരു ഏജ് ഗ്രൂപ്പാണ്. സോ ഹൗ വിൽ യു മാർക്ക് ദാറ്റ്? സോ 1 to 14 ഒരു ഏജ് ഗ്രൂപ്പാണ്. നമുക്ക് ഇത് 1 to 14 ഏജ് ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, 0 തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15 to 29 ഒരു ഏജ് ഗ്രൂപ്പാണ്. സോ 15 to 29. ദെൻ 30 to 34. ദെൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 45 to 59. ദെൻ 60 to 74, 75 ആൻഡ് എബവ്. ഇത്രയും ഏജ് ഗ്രൂപ്പ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്കെയിൽ മാർക്ക് ചെയ്യണം. ദാറ്റ് ഇസ് 2 lakh, 1,60,000 നോക്കുമ്പം നമുക്കറിയാം 40,000 ആണ് ഇവിടെ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത്. നമ്പർ ഓഫ് പേഴ്സൺസ് 40,000 ആണ്. ഒരു യൂണിറ്റ് ഇത് ഗ്യാപ്പ് നമുക്ക് ഇടേണ്ടത് 20,000 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 0, 20,000,
40,000 തുടങ്ങാം, പക്ഷേ 20,000 തുടങ്ങിയാൽ മതി. ദെൻ നെക്സ്റ്റ് 20,000 വ്യത്യാസം വരുമ്പോൾ അഗെയിൻ 40,000, ദെൻ 60,000, 80,000, then 1 lakh, then 1,20,000, then 1,40,000. അത്രയല്ലേ ഉള്ളൂ, സോറി 1,60,000. ഓക്കെ, ഇത്രേ വന്നിട്ടുള്ളൂ നിങ്ങൾക്ക്. 1,60,000 വരെ ഉള്ളൂ. ഓക്കെ, സോ 1,60,000 ആണ് ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. 1 to 14 ഏജ് ഗ്രൂപ്പിൽ എത്രയാണ്? 2 lakh. സോ 1 to 14 ഏജ് ഗ്രൂപ്പിൻ്റെ അവിടെ എടുക്കുക 2 lakh. സോ this is 2 lakh. Is it? ഓക്കെ, 2 lakh വരയ്ക്കാനുണ്ട്. സോ 1,60,000. സോ 2 lakh വരയ്ക്കാനുണ്ട്. സോ 1,60,000 കഴിഞ്ഞ് കുറച്ചുകൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് 1,80,000ഉം ദെൻ 2 lakh. ഓക്കെ ഓക്കെ, സോ 1 to 14 2 lakh ഈ മേളിൽ വരെ പോകും നമ്മുടെ ഗ്രാഫ്. ഓക്കെ, സോ ലൈക്ക് ദാറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. 2 lakh എന്ന് പറയുമ്പം ഇവിടം വരെ പോകും. ഓക്കെ, ദെൻ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. ബോർഡിലായതുകൊണ്ടാണ് ഇങ്ങനെ ചരിഞ്ഞു പോകുന്നത്. 15 to 29 ഏജ് ഗ്രൂപ്പിൽ ഇറ്റ് ഈസ് 1,60,000. സോ 1,60,000 എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരും. ദെൻ 30 to 40,000 ഇനി വരയ്ക്കാൻ പറ്റുമല്ലോ. 30 to 40,000 എന്ന് പറയുന്നത് 1,20,000 അതിവിടെ ഉണ്ട്. ഇതിൻ്റെ നേരെ വരയ്ക്കുക. ദെൻ മിസ് വരയ്ക്കുന്നില്ല കാരണം ചരിഞ്ഞു പോകുന്നുണ്ട്. ദെൻ 1,20,000 ആണ് അടുത്ത വന്നിരിക്കുന്നത്. സോ 1,20,000 വരച്ചു. ദെൻ 1,20,000 തന്നെയാണ് അടുത്തതും. അത് രണ്ടും സെയിം ആയിട്ട് വരയ്ക്കുക. ഇനി 80,000, 40,000 ഇത് കറക്റ്റായിട്ട് ഗ്രാഫിൽ വരച്ചാൽ മതി. സോ ഇത് മാത്രം ഓർത്താൽ മതി. 20,000, 40,000 20 ഗ്യാപ്പിലാണ് വരച്ചിരിക്കുന്നത് എന്നുള്ള ഓർക്കുക. 2 lakh ആണ് ഹയസ്റ്റ് നമ്പറും 40,000 ആണ് ഏറ്റവും ചെറിയ നമ്പറും. നമുക്ക് ക്വസ്റ്റ്യനിൽ 20,000 ഗ്യാപ്പ് എന്ന് തന്നിട്ടുണ്ട്. 1 unit is equal to 20,000. അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. സ്കെയിൽ വെച്ച് വരയ്ക്കണം. ഇനി ക്വസ്റ്റ്യനിൽ നിന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് വിച്ച് 2 ഏജ് ഗ്രൂപ്പ് ഹാവ് ദി സെയിം പോപ്പുലേഷൻ? ദാറ്റ് ഈസ് 1,20,000 രണ്ട് ഏജ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. 30 to 44ഉം 45 to 59ഉം. ഇസ് ഇറ്റ്? അവർക്ക് രണ്ടുപേർക്കും സെയിം പോപ്പുലേഷൻ ആണ്. ഓൾ പേഴ്സൺസ് ഇൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 60 and above are called senior citizen. 60 above വന്ന് സീനിയർ സിറ്റിസൺ ആണ്. ഹൗ മെനി സീനിയർ സിറ്റിസൺസ് ആർ ദെയർ? 60ക്ക് മേളിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 60 to 74ഉം 75 and above ഏജ് ഗ്രൂപ്പിനാണ്. 60ക്ക് മേളിൽ വരുന്നവരെ എല്ലാവരെയും നമ്മൾ സീനിയർ സിറ്റിസൺസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാഫിൽ 60 to 74 ഒരു ഏജ് ഗ്രൂപ്പും ഉണ്ട്. 75ക്ക് മേളിലും ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ നമ്പറും തന്നിട്ടുണ്ട്. സോ 60 to 74 എന്ന് പറയുന്നത് 80,000ഉം 75 to എബവ് തന്നിരിക്കുന്നത് 40,000ഉം ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എത്ര വരുന്നുണ്ടോ ദാറ്റ് ഈസ് 1,20,000 പേർക്കാണ് സീനിയർ സിറ്റിസൺസ് ആയിട്ട് അറിയപ്പെടുന്നത്. ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 60 and above സീനിയർ സിറ്റിസൺ ആണ്. അപ്പോൾ 60 and above എന്ന് പറയുന്നത് 60ക്ക് മേളിൽ വരുന്ന രണ്ട് ഏജ് ഗ്രൂപ്പാണ് നമുക്കുള്ളത്. 80,000 വരുന്ന 60 to 74ഉം 75 and above വരുന്ന 40,000ഉം രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1,20,000 ആൾക്കാർക്കാണ് സീനിയർ സിറ്റിസൺസ് ആയിട്ട് വരുന്നത്. സോ ദിസ് ഇസ് ദി എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. ദാറ്റ് ഈസ് ഹിയർ ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ഡ്രോൺ ടാലി മാർക്സ് എങ്ങനെയാണെന്നുള്ളത്. ടാലി മാർക്സിൻ്റെ കാര്യം ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. 1 2 3 4 5th 1 എന്ന് പറയുമ്പം ക്രോസ് ചെയ്യുക. ഇനി പിക്ടോഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഏതെങ്കിലും സിമ്പിൾസ് യൂസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത്. ആ ഓരോ സിമ്പിളും എത്ര നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ മക്കൾ അതിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്കും ക്വസ്റ്റ്യനിൽ നിന്നല്ലാതെ പിക്ടോഗ്രാഫ് വരയ്ക്കാനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം, പക്ഷേ എളുപ്പമാക്കുന്ന രീതിയിൽ വാല്യൂസ് കൊടുക്കാം. പിന്നെ ബാർഗ്രാഫിൽ നിന്ന് വരച്ച് ആൻസേഴ്സ് എഴുതാനുണ്ട്, ബാർഗ്രാഫ് വരയ്ക്കാനും ഉണ്ട്. ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. നിങ്ങൾ ഒരു 1 hour ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് തന്നെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി സ്കോർ full mark. Okay, so we'll meet in the next class with a new chapter. Thank you, students.